നമ്മളെ ക്ലൈമറ്റിൽ ഒരിക്കലും കിട്ടാൻ കായ്ക്കില്ല, അങ്ങനെ തന്നെ പറയാം. കായ്ച്ചാലും അത് നമ്മളൊരു ആപ്പിളിന്റെ രൂപത്തിൽ കിട്ടാൻ ഷേപ്പും ടേസ്റ്റും അത്രത്തോളം ഇല്ല. ഇതൊരു നമ്മളെ ഒരു ശരിക്കും ആപ്പിൾ കഴിക്കുന്ന രൂപത്തിൽ നമുക്ക് ഇത് കഴിക്കാൻ നമ്മളെ ക്ലൈമറ്റിൽ കിട്ടൂല 100% ഉറപ്പാണ്. ഒരു പഴം കിട്ടും. പഴം കിട്ടും. ഇത് ആണ് നാംഡോക്കുമായിന്റെ ഒറിജിനൽ ഗോൾഡ് എന്ന് പറയുന്നത്. എൻ്റെ അടുത്ത് പർപ്പിളും ഉണ്ട്, ഗോൾഡും ഉണ്ട്, ഗ്രീനും ഉണ്ട്. പക്ഷെ ഇവിടെ പല നഴ്സറിക്കാരും വിറ്റുകൊണ്ട് നിൽക്കുന്നത് ഗോൾഡ് എന്ന് പറഞ്ഞ ഗ്രീനാണ്. ഇത് ഈ വർഷത്തെ ഫസ്റ്റിലെ പഴം പറിക്കുകയാണ്. ഡ്രാഗൺ ഫ്രൂട്ട് അല്ലേ? അതെ. ഏതാ വെറൈറ്റി ഇത്? ഇത് മലേഷ്യയുടെ കിങ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. നമ്മളത് സെറ്റ് ചെയ്തിട്ട് ഒരു വെറൈറ്റി ആണല്ലോ, തെങ്കുറ്റിമേലാണ്. ഞാൻ തെങ്ങ് ഇവിടുന്ന് കുറച്ച് തെങ്ങ് മുറിച്ചിരുന്നു, അപ്പോൾ ആ തെങ്ങിൽ തന്നെയാണ് ചെയ്തത്. എന്തായാലും വേസ്റ്റ് ആക്കണ്ടല്ലോ. ഏതായാലും ഈ വർഷത്തെ ഫസ്റ്റ് ഡ്രാഗൺ ഞാൻ പറിക്കുകയാണ്. ഓക്കെ. ഇതൊന്ന് അത്യാവശ്യം നല്ല പഴമാണ്. ഒരു 4 ദിവസത്തെ മൂപ്പിന്റെ കുറവും കൂടെ ഉണ്ട്. അത് ശരിക്കും ഈ ബാക്കിലേ ഈ പുറകുവാഴ ഇങ്ങനെ പൊട്ടണം, അപ്പോഴാണ് ഇതിന്റെ ഏറ്റവും ടോപ്പ് കറക്റ്റ് ആവുക. അപ്പൊ നല്ല മധുരം ഉണ്ടാവും. ഇതിന്റെ ഉള്ളിൽ ഇപ്പൊ ഏതാ കളർ വരുന്നത്? റെഡ് തന്നെ. റെഡ് തന്നെ വരും അല്ലേ? ഓക്കെ. ഫസ്റ്റ് പഴമാണ് ഈ വർഷത്തെ. നമുക്കൊന്ന് കട്ട് ചെയ്യാം. ഓക്കെ. ഈ വർഷത്തെ നമ്മളെ ആദ്യത്തെ ഡ്രാഗൺ ഫ്രൂട്ട് കേട്ടോ. നല്ല പഴുത്തുകൊണ്ട് തോന്നണല്ലേ? ഒന്നും ഒരു 4 ദിവസം കഴിയണം, കറക്റ്റാ. കറക്റ്റ് കിട്ടും. മധുരം കൂടുതലുണ്ടാവും. ഡ്രാഗൺ ഫ്രൂട്ട് സത്യം പറഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കണം, അപ്പോഴാണ് കറക്റ്റ് അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടും. ഫസ്റ്റിലല്ലേ ഡ്രാഗൺ കഴിക്കുന്നത്? എങ്ങനെയുണ്ട്? അടിപൊളി ആയിട്ടുണ്ടോ? പറഞ്ഞു കൊടുക്കുക എങ്ങനെയുള്ള പറയാം. അപ്പോൾ നമ്മളെ റഷീദ് ഖാൻ്റെ അടുത്തുള്ള ഈ വർഷത്തെ ആദ്യത്തെ ഡ്രാഗൺ ഫ്രൂട്ട് കേട്ടോ. അപ്പോൾ നമ്മളെടുത്ത് കഴിക്കാൻ പോവാണ്. മധുരം ഉണ്ട് കേട്ടോ, അടിപൊളിയാണ്. ഇതാണ് കിങ് എന്ന് പറഞ്ഞ വെറൈറ്റി. കിങ് അല്ലേ? സാധനം അടിപൊളിയാണ്. സ്വീറ്റ് തമറിൻ്റെ, അതായത് ഈ തായ്ലൻഡിൽ നിന്നൊക്കെ വരുന്നില്ലേ ബോക്സിലായിട്ട് വരുന്ന സ്വീറ്റ് ആയിട്ടുള്ള മധുരമുള്ള പുളി, അതാണിത്. ഇത് വലിയ മരമായിട്ട് മരമുണ്ട്. ഇത് എന്റെ തോട്ടത്തിലുണ്ടല്ലോ, കാഴ്ച വെക്കുന്നുണ്ടല്ലോ, നമുക്ക് വേണമെങ്കിൽ വീഡിയോ. ഇതൊക്കെ എങ്ങനെ റേറ്റ്? ഇത് 200 രൂപ വരുന്നത്. 200 രൂപ. സ്വീറ്റ് തമറിൻ്റെ. ഓക്കെ. നമ്മുടെ പുലാസൻ ഇവിടെ നിൽക്കുന്നുണ്ടല്ലേ? അത്യാവശ്യം നല്ല വലിയൊരു പുലാസൻ. അതില് ഈ ബാച്ചിൽ കംപ്ലീറ്റ് പൂവും കായുള്ളതായിരുന്നു. അതിൽ പൂവുള്ളൊക്കെ കായ പിടിച്ചൊക്കെ ആളുകൾ എടുത്ത് പോയതാണ്. ഇതൊക്കെ എങ്ങനെ ഈ തൈക്ക് റേറ്റ്? ഇതൊക്കെ കുറച്ച് വരുന്നുണ്ട്. ഇത് നല്ല മൂപ്പുണ്ട്. ഇതൊരു 4 വർഷം 5 വർഷത്തെ മൂപ്പുണ്ട്. ഓക്കെ. ഇത് 6000 രൂപ വില വരുന്നുണ്ട്. ഈ സൈസിലെ നല്ല ബുഷിയായിട്ട്. ഇത് അത്രയും മൂപ്പുള്ള മരമാണ്. അടിയിൽ കടവണ്ണ കാണിക്കട്ടോ. നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമുക്ക് ചെയ്തു കൊടുക്കാം. എന്തായാലും ഒരു 10 മരം പോലെ ഇതേ ഈ വലുപ്പത്തിലുണ്ട്. ഇനിയിപ്പോൾ ഇത് പൂവാണോ പുതിയ ബ്രാഞ്ചാണോ എന്ന് അറിയില്ല. എന്തായാലും ഈ ബാച്ചിലുള്ളത് കംപ്ലീറ്റ് പൂത്ത് കായോട് കൂടിയിട്ട് ആളുകൾ കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ തവണ വന്ന അവിടെ ഇരുന്നൊക്കെ കായോട് കൂടിയുള്ളൊക്കെ പോയതല്ലേ? ഒരുപാടുണ്ടായിരുന്നു. ഇതിൻ്റെ അടുത്ത് 19 മരം ഉണ്ടായിരുന്നു. ഇതൊക്കെ അതിൽ പെട്ട തന്നെ. ഇത് നമ്മുടെ ടെന്നീസ് ബോൾ ചെറി. നല്ല തൈകൾ കേട്ടോ. ഇതിൽ ഇതുണ്ടോ, പൂ വന്നിട്ടുണ്ടോ, കായ പിടിച്ചിട്ടുണ്ട്. ഇതൊക്കെ എങ്ങനെ റേറ്റ്? ഇതൊക്കെ വെറും 400 രൂപ കൊടുക്കുക. അത്രയും വലിയ തൈകൾ ഉണ്ടോ. ഈ വലുപ്പമുള്ള തൈകളൊന്നും ഇവിടെ 400 രൂപ കിട്ടില്ല. അത്രയും സൈസുള്ള തൈകളാണ് ഇതൊക്കെ. ഓരോ തൈകളുണ്ട്. അത്യാവശ്യം പ്ലാന്റുകളുണ്ടല്ലേ? ഈ ഒരു കാണുന്നത് നമുക്ക് 400 അല്ലേ? 400 രൂപ കൊടുക്കും. ചെറിയ മട്ടത്തിൽ കുറച്ച് കുറവുള്ള ഇവിടെ ഉണ്ട്. ചെറുതുണ്ട്. ഒരു 300 രൂപ കൊടുക്കാൻ പറ്റിയ, അതും ഇതിലും കായുള്ള ഉണ്ടാവും. എന്താ കവർ ചെറുതാന്നുള്ളതാ. ഇഷ്ടംപോലെ തൈകളാ. 300 കൊടുക്കാം അല്ലേ? അത്യാവശ്യം വലിയ സൈസ് വ്യത്യാസമില്ല. ഇല്ല, ചെറിയ മാറ്റമുള്ള. പക്ഷെ എല്ലാത്തിലും നേരത്തെ പൂക്കും കായ്ക്കും. ഇതാണ് ഇതൊക്കെ ബാലിച്ചാമ്പയാണല്ലോ. ഇതാണ് നമ്മളെ പിന്നെ നാഷണൽ റോസ് ഗാർഡന്റെ NR ലൂബി എന്ന് പറയുന്നത്. NR ലൂബിന്റെ ഇതെന്താ വെച്ചാൽ ഇതിൽ ചെറിയ കുഞ്ഞു കായ ഉണ്ടാവുക. ചെറിയ കായ. പക്ഷെ നമ്മളെ അടുത്തുള്ള വീട്ടിലുള്ള ലൂബി പോലെ അല്ല. ഇത് കുറച്ച് വില കൂടുതലാണ്. ഇത് 550 രൂപ വില. നമ്മൾ 400ന്റെ മുകൾക്ക് ഇപ്പൊ കൊടുക്കണില്ല. 400 രൂപ നമ്മൾ തൈ ഉണ്ടാക്കുന്നത്. ഇത് അർക്കൗന പിന്നെ പർപ്പിൾ ഫോറസ്റ്റ് ഗോന്നൊക്കെ പറഞ്ഞ അവിടെ കാഴ്ചൊരു വീഡിയോ നല്ല ചെയ്തിരുന്നു. അതിന്റെ തൈകളാണ്. ഇത് 200 രൂപ കൊടുക്കണം. വലിയ തൈകളാണ്, നല്ല ബുഷായിട്ടുള്ള തൈകളാണ്. ഇതൊക്കെ പിന്നെ ഇതുണ്ടോ, ഇതാണ് പിംപോങ്ങിന്റെ ഒക്കെ അപ്രോച്ച് തൈകൾ. നല്ല തൈകളാണ്. അപ്രോച്ച് ഉണ്ട്. ഇതേപോലത്തെ തൈകളാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവം.
ഇതൊക്കെ നമുക്ക് എത്രയാണ് റേറ്റ്? കാരണം ആ വീഡിയോ കാണാതെ അത് ഇതില് പിന്നെ 800 രൂപന്റെ ഉണ്ട്, 1000 രൂപന്റെ ഒക്കെ ഉണ്ട്. കാരണം ഇത് മിൽക്ക് ഫ്രൂട്ട് പർപ്പിൾ ആണ്, നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്ന തൈകളാണ്. പർപ്പിൾ മിൽക്ക് ഫ്രൂട്ട് നമ്മളെ മദർ പ്ലാന്റ് മുന്ന് ഉണ്ടാക്കുന്നതാണ്. നമ്മൾ മദർ പ്ലാന്റ് മുന്ന് ആയതുകൊണ്ട് നമുക്ക് ഇതൊരു 400 രൂപ കൊടുക്കാം. 400 രൂപ 350 രൂപ കൊടുക്കാം. ഇത് വി ഗ്രാഫ്റ്റ് അല്ലേ? വി ഗ്രാഫ്റ്റ് ആണ്. ഇത് ഒലോസോപ്പോ. അത്രയും വലിയ തൈകൾ കണ്ടോ, ഇത്രയും വലിയ തൈകൾ ഇതാ കണ്ടില്ലേ, നല്ല ബുഷായ തൈകൾ ഇതാ. അത് നമ്മൾ 450 രൂപ കൊടുക്കണതാണ്. ഒലോസോപ്പോ അത്യാവശ്യം ഒരു 2 അടി 3 അടി ഹൈറ്റ് ഉണ്ട്. ബ്ലാക്ക് സപ്പോട്ട തൈകള്, ഇത് നമ്മളെ റിസൾട്ട് ഇവിടെ ഓക്കെ അല്ലേ? ഇവിടെ കായ്ക്കുന്നുണ്ട്, എല്ലാവർക്കും കായ്ക്കുന്നുണ്ട്. നല്ല തൈകൾ 500 രൂപന്റെ തൈകളല്ലേ ഇതൊക്കെ? ഇതാണ് സോൺകോയ, നമ്മള് ആത്ത ഫാമിലി പെട്ടാണ്. ഇതാ ഇത് ആത്തന്റെ ഫാമിലി ഇല്ലേ, നമ്മള് അതിൽ പെട്ടതാണ്. നല്ലൊരു വെറൈറ്റി സംഭവമാണ് സോൺകോയ. ഗൂഗിൾ അടിച്ചു കഴിഞ്ഞാൽ കിട്ടും, ഇതിന്റെ ഫോട്ടോ കാര്യങ്ങളൊക്കെ കിട്ടും. ഇത് നമ്മൾ 350 രൂപ കൊടുക്കുന്നത്. ഇതൊക്കെ ഞാൻ മരം ഫസ്റ്റ് വാങ്ങിയത്, എൻ്റെ ഇപ്പോൾ കായ് പിടിച്ചില്ല, പൂട്ടിരുന്നു. ഇപ്പോൾ ഞാനൊക്കെ ഇത് വാങ്ങുന്ന സമയത്ത് 2000 3000 കൊടുത്ത് വാങ്ങിയ സാധനമായിരുന്നു. അത്ര റേറ്റിലേക്ക് ഇപ്പോൾ കുറഞ്ഞല്ലേ? ഇതാ വലിയ റൂബി ലോങ് എന്താ അപ്രോച്ച് ചെയ്ത ഗ്രാഫ്റ്റ്, നല്ല തൈകളുണ്ടോ, ഇത്രയും വലിയത് നമ്മൾ 1000 രൂപ കൊടുക്കാം. നല്ല അടിപൊളി ഗ്രോത്ത് ഉള്ള നല്ല തൈകൾ. 700 രൂപക്കാണ് ചെറിയ തൈ കൊടുക്കുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇത് ഡബിൾ ലോങ്ങൻ, ഞാൻ നേരത്തെ പറഞ്ഞ നല്ലൊരു ഇനമാണ്, നിറയെ കായ്ക്കുന്നുണ്ട്, 1.5 വർഷം കൊണ്ട് റിസൾട്ട് ഉണ്ട്. നല്ലൊരു വെച്ച് പിടിപ്പിക്കേണ്ട ഒരു ലോങ്ങൻ പെട്ടതാണ് ഇത്. ഒരു കൊമേഴ്സ്യൽ പർപ്പസ് ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സംഭവമാണ്. ഇത് 600 രൂപക്കാണ് കൊടുക്കുന്നത്. നമ്മളവിടെ ആപ്പിളാണോ അത്? ആപ്പിള് പ്രതീക്ഷ ഉണ്ടോ? ആപ്പിള് പൂക്കുണ്ട്. കായലേക്ക് വലിയൊരു കായലേക്ക് പ്രതീക്ഷയില്ല. നമ്മളെ ക്ലൈമറ്റിൽ ഒരിക്കലും കിട്ടാൻ കായ്ക്കില്ല, അങ്ങനെ തന്നെ പറയാം. കായ്ച്ചാലും അത് നമ്മളൊരു ആപ്പിളിന്റെ രൂപത്തിൽ കിട്ടാൻ ടേസ്റ്റും അത്രത്തോളം ഇല്ല. ഇതൊരു നമ്മളെ ഒരു ശരിക്കും ആപ്പിൾ കഴിക്കുന്ന രൂപത്തിൽ നമുക്ക് ഇത് കഴിക്കാൻ നമ്മളെ ക്ലൈമറ്റിൽ കിട്ടൂല, 100% ഉറപ്പാ. ഒരു പഴം കിട്ടും, പഴം കിട്ടും. റോളീനേന്റെ തൈകളാണ്, നല്ല തൈകളാണ്. ഇത് എന്താ വെച്ചാൽ നല്ലൊരു വെറൈറ്റിയാണ്. അതായത് പഴുത്ത് കഴിഞ്ഞാൽ 2 ദിവസം കളർ ചേഞ്ച് ഒന്നും വരാതെ അതേപോലെ നിൽക്കും. കുറച്ച് സെൽഫ് ലൈഫ് കൂടുതലുള്ള സമയമാണ്. അതിൻ്റെ ഗ്രാഫ്റ്റ് തൈകളാണിത്. ഗ്രാഫ്റ്റ് തൈകൾ നമ്മൾ 350 രൂപക്കും ഇത് 100 രൂപക്കാണ് കൊടുക്കുന്നത്. പക്ഷെ ഇത് നല്ല വെറൈറ്റിയാണ്. റൊളീനിയിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഇത് അച്ചാച്ചെറു ഹോം ഗ്രൗണ്ട് തൈയാണ്. ഇതൊക്കെ 800 900 കൊടുത്തിരുന്ന സാധനമാണ്. നമുക്കിതൊരു 600 രൂപക്ക് ചെറു തൈ 550 രൂപ കൊടുക്കാം. ഹോം ഗ്രൗണ്ട് വിലയാണിത്, അതേ റേറ്റിൽ തന്നെ കൊടുക്കണം. അതിന് താഴ്ത്തി നമുക്ക് കൊടുക്കാനുള്ള പെർമിഷൻ ഇല്ല. ഓക്കെ, ഇത് കട്ട്നട്ട് പ്ലാന്റ് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ. കട്ട്നട്ട് നല്ല ഒരു നട്ട്സാണ്. ഇതൊക്കെ എങ്ങനെ? അതൊക്കെ പിന്നെ ഒരു 700 രൂപ 800 രൂപേൻ്റെ റേഞ്ചിലുള്ള. നമ്മളെ ദുരിയാൻ ഇവിടെ ഇരിക്കണ്ടല്ലേ? ദുരിയാൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ബഡ് വെറൈറ്റികളാണിത്. ഇത് ബവാറ്, ദുരിയാന്, മോന്തോങ്, മുസാക്കിങ്, അങ്ങനെ റെഡ് പ്രോൺ, അങ്ങനെ 4-5 വെറൈറ്റി ഉണ്ട് എൻ്റെ കയ്യിൽ. ഇതൊക്കെ നല്ല കണ്ടോ, നല്ല കരുത്തുള്ള നല്ല ബെഡ് തൈ കണ്ടോ. ഇതൊക്കെ എങ്ങനെ? ഇത് നമ്മൾ 800 രൂപ കൊടുക്കുന്നത്. വെറും 800 രൂപക്ക് ബെഡ് തൈ. ഇപ്പോൾ നമ്മൾ തൃശ്ശൂരിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങുമ്പോൾ ഹോൾസെയിൽ തന്നെ ഏകദേശം 900 രൂപക്ക് വരുന്നുണ്ട്. നമ്മൾ 800 രൂപക്കാണ് തൈ കൊടുക്കുന്നത്. നല്ല ബെഡ്, നല്ല കരുത്തുള്ള ബെഡ് തൈ. ഇതിൽ 4 വെറൈറ്റി ഉണ്ട്. ഇത് പുലാസാൻ അപ്രോച്ച് ഗ്രാഫ്റ്റ് ചെയ്ത്. അപ്രോച്ച് ഗ്രാഫ്റ്റിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ചെറുതന്നെ പെട്ടെന്ന് കായ്ക്കും. ഇതിപ്പോ നമ്മളവിടെ പറമ്പില് ഞാൻ എൻ്റെ മരത്തുമ്മ ചെയ്യണേ, കായ്ച്ച മരത്തുമ്മ ചെയ്യണേ. ഇതൊക്കെ നമുക്കൊരു 500 രൂപ കൊടുക്കാം. 500 രൂപയ്ക്ക് കൊടുക്കാം. ഇതാണ് റെയിൻ ഫോറസ്റ്റ് പ്ലമിന്റെ തൈകൾ. നല്ല തൈകളാണ്. ഇത് ഈ വലുപ്പം നോക്കണ്ട, 2 വർഷത്തിനുള്ളിൽ സാധനം നല്ല ഉഷാറായിട്ട് കായ്ക്കും. ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. ഇത് എന്റെ മരം ഓഫ് സീസൺ, ഓൾ സീസൺ ആയിട്ട് 2 വർഷം കൊണ്ട് കായ്ക്കും. ഇത് ഓൾ സീസൺ ആണ്. എൻ്റെ മരത്തിൽ ഏത് സമയത്ത് ഇപ്പോൾ വന്നാലും നോക്കിയാലും നിങ്ങൾക്ക് വീഡിയോയിൽ പൂവ് കാണാം. ഏത് സമയത്തും കായ്ക്കുന്ന ഒരു ഓൾ സീസൺ വെറൈറ്റിയാണ്. ഇത് 200 രൂപ കൊടുക്കുന്നത്. റെയിൻബോ കരിമ്പ് പല കളറ്, നല്ല സീറ്റ് ആയിട്ട് 150 രൂപ. സീറ്റ് കരോണ്ട ചെറി എന്ന് പറയണേ, വലിയ പഴം ഈ കരം, നല്ല സൈസും ഉണ്ടാവും. സീറ്റാണ്. ഇത് നമ്മളിവിടെ റിസൾട്ട് വന്നിട്ടുള്ള റിസൾട്ട് എൻ്റെ അടുത്ത് കായ്ച്ചിരുന്നു. അത് മറ്റേത് പുളിയാണ്, ഇതൊരു സീറ്റ് കൂടുതലുണ്ട്. അല്ല, മറ്റേത് നമ്മൾ ചവർപ്പാണ്. നമ്മൾ ശരിക്കും ഇതിലിട്ട് തേനിലിട്ടിട്ടോ മധുരമാക്കിയിട്ടാണ് ബേക്കറിയിലൊക്കെ വരുന്ന ചെറി. ഇതിങ്ങനെ തന്നെ കഴിക്കാൻ പറ്റുന്ന ചെറിയാണ്. 250 രൂപ ഉണ്ട്. അത്രയും വലിയ സൈസുള്ള തൈകളാണ്. ഇതൊക്കെ റോളിയൻ്റെ ഓരോ വെറൈറ്റിൻ്റെ ഗ്രാഫ്റ്റുകളാണ്. ഇത് ലില്ലി പില്ലി എന്ന് പറഞ്ഞ സംഭവമാണ്. ഇത് എന്തിനാ യൂസ് ചെയ്യുന്നത്? ലില്ലി പില്ലി ഒരു ഫ്രൂട്ടാണ്, പക്ഷേ ചാമ്പൻ്റെ ഫാമിലിയാണിത്. നല്ല കാണാനൊക്കെ നല്ല ഭംഗിയാണ്. ഇതിൻ്റെ വീഡിയോ ആണെങ്കിൽ ഇതിൽ അടിച്ചാൽ കിട്ടും. ഇതാണ് സ്പ്രിങ് ഗുവാറാണ്. ഓക്കെ. ഇത് 250 രൂപ ഉണ്ട്.
ഇത് മട്ടവൻ്റെ തൈകൾ കണ്ടോ. മട്ടവൻ്റെ തൈകൾ പല വെറൈറ്റി ഇഷ്ടംപോലെ തൈകളുണ്ട്. ഇത് അത്രയും വലിയ മട്ടവൻ്റെ തൈകൾ നമ്മൾ 150 രൂപ കൊടുക്കുന്നത്. ഇതാണ് ഫിംഗർ ലെമൺ. ഇതിലൊരു 3-4 വെറൈറ്റി ഉണ്ട്. റെഡ്, ഇത് ഗ്രീനാണ്, യെല്ലോ, പല കളറിലും ഉണ്ട്. അതേപോലെ ചെറുതന്നെ കായ്ക്കും. ചെറിയ ചട്ടി തന്നെ വെച്ചാൽ മതി. ചെറിയ ചട്ടി തന്നെ. ഇതിൻ്റെ തൈകളൊക്കെ ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. തൈകൾ ഇഷ്ടം പോലെ ഉണ്ട്. തൈകളായി കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാം. ഇതിപ്പോൾ എന്തിനാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്? ഇത് സലാഡിലൊക്കെ ഉപയോഗിക്കുന്നത്. കണ്ടോ, ഇതിനൊക്കെ കട്ട് ചെയ്ത് അങ്ങനെ വരും, ഒരു കുരുകുര ഇതായിട്ട് ഇങ്ങനെ വരും. ഇതിൻ്റെ വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം. ഇത് സെഡാർ ബേച്ചറിൻ്റെ വലിയ വെറൈറ്റിയാണ്. സെഡാർ ബേച്ചറി തന്നെ ഓവൽ ടൈപ്പും ഉണ്ട്, ബോൾ ടൈപ്പ്. ഇത് ബോൾ ടൈപ്പിൽ നല്ല അത്യാവശ്യം നല്ല വലിയ പഴണ്ടാവുന്ന സ്വീറ്റ് വെറൈറ്റിയാണ്. 100 രൂപേൻ്റെ തൈകളാണ്. ഇത് മിയാസാക്കി മാവ്, അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാന്റ്. അതെ അതെ അതെ. ഇത് 350 രൂപക്ക് ഈ ഒരു സൈസിലുള്ള മിയാസാക്കി. ഇതിൻ്റെ ഇപ്പോൾ എൻ്റെ മരത്തുമ്പോൾ നമ്മളിവിടെ ചെയ്യുന്നുണ്ട്, തൈകൾ ഉണ്ടാക്കുന്നുണ്ട്. അതിനിപ്പോൾ തൈ ആണെങ്കിൽ 1 മാസമാകും, 300 രൂപ കൊടുക്കും. മിയാസാക്കിട്ടോ. മാവിൻ്റെ അത്യാവശ്യം കളക്ഷൻ. ഇതാണ് വെരിഗേറ്റഡ്. കണ്ടോ, ഇതിന് കൊടുത്തു വെരിഗേറ്റഡ് മാവൻ തൈ. എന്താ ഇതിൻ്റെ ലീഫിലൊക്കെ വെരിഗേഷൻ ഉണ്ടാവും. അതിൻ്റെ വലിയ മരം അവിടെ ഉണ്ട്, മദർ പ്ലാന്റ് അവിടെ ഉണ്ട്. വേണമെങ്കിൽ ഇന്ന് വീഡിയോ എടുക്കാം. വെരിഗേറ്റഡ് ആണ്, മാങ്ങി വെരിഗേറ്റഡാണ് വരിക. അടിപൊളിയാണല്ലോ. അതിനൊക്കെ എത്ര വരുന്നത്? ഇതിന് 500 രൂപ വരുന്നുണ്ട്. 500 വെരിഗേറ്റഡ്. ഇതൊരു സ്പെഷ്യൽ മാവാണ്. അത് നമ്മളിവിടെ ഇറങ്ങിയിട്ട് അധികമായിട്ടുണ്ടോ? ഇല്ല. ഇപ്പം നിങ്ങൾക്ക് കിട്ടിയിട്ട് തന്നെ ഇപ്പോൾ ഒരു 1.5 വർഷമായിട്ടുള്ള മാവ്. ഇത് ചില്ലി മാംഗോ. ചില്ലി മാങ്ങയുടെ ചെറിയ തൈ. ചെറിയ തൈ. എങ്ങനെ റേറ്റ് വരുന്നത്? ചെറിയ തൈ നമ്മൾ 500 രൂപ കൊടുക്കുന്നത്. 500 രൂപയ്ക്കല്ലേ? ഇതൊക്കെ എല്ലാവരും 1000-1500 രൂപ കൊടുത്തുകൊണ്ടിരിക്കുന്ന സാധനമാണ്. ഇതാണ് അമേരിക്കൻ റെഡ് പൾമർ എന്ന് പറഞ്ഞ മാങ്ങ. നല്ല മാങ്ങയാണ്, റെഡ് കളർ വരുന്ന മാങ്ങയാണ്. ചെറിയ വിലയുള്ളൂ. ഇത് 250 രൂപ വിലയുള്ളൂ. ഈ തൈക്ക് 250 രൂപ. വെരിഗേറ്റഡ് ഉണ്ട്. പിന്നെ ഇനി ഇവിടെ ഒരു മാവുണ്ട്. ഇതാണ് റൈനോ എന്ന് പറഞ്ഞ, അതായത് കണ്ടാമൃഗത്തിന്റെ. അതായത് ഈ മാങ്ങക്ക് നമ്മളെ കണ്ടാമൃഗത്തിന് മുന്നിൽ കൊമ്പുണ്ടല്ലോ, അതേപോലത്തെ ഒരു മാങ്ങ ഇത് വരും പഴത്തുമ്മ. ഇതെങ്ങനെ റേറ്റ്? ഇത് 450 രൂപയാണ്. പർപ്പിൾ നാംഡോക്മായി അത്യാവശ്യം നല്ല വലിയ തൈകൾ. ഇതൊക്കെ 800 രൂപ കൊടുക്കും. 800 രൂപയ്ക്ക്. ഇതിന്റെ 400 രൂപന്റെ തൈകൾ വേറുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ബ്ലാക്ക് ആണോ ഇരിക്കുന്നത്? അത് ബ്ലാക്ക്. എങ്ങനെ റേറ്റ്? അത് 250 രൂപയാണ്. 250 രൂപ. ഇത് നാംഡോക്മായിന്റെ ഗ്രീന് നല്ല തൈകൾ. നല്ല തൈകൾ 300 രൂപന്റെ തൈ. ഇനി 200 രൂപന്റെ തൈ ഇപ്പോൾ ഏകദേശം 10 ദിവസം കൊണ്ട് ഇവിടെ ഇറങ്ങും. 10 ദിവസം മതി. ഇത് കർപ്പൂരമാങ്ങ. കർപ്പൂരമാങ്ങ ഇതിൽ തന്നെ പൂട്ടുണ്ടായിരുന്നു കേട്ടോ. സ്റ്റോക്ക് ഇതൊക്കെ 350 രൂപന്റെ തൈകളാണ്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ ഈ ഭാഗത്ത്. ഇത് നാംഡോക്മായിന്റെ മാവുകൾ ഇതിലുണ്ട്. ഇതൊക്കെ 300 രൂപന്റെ തൈകളാണ്. ഇതിപ്പോൾ നമ്മളെ ഒരു സുഹൃത്തുണ്ട് പുറത്തുനിന്ന്, കെനിയിൽ ഒരു മാവിൻ്റെ ഏറ്റവും നല്ല മാങ്ങയാണ്. കെനിയിലുള്ള ഏറ്റവും ടേസ്റ്റുള്ളൊരു മാങ്ങയാണ്. അതിൻ്റെ കമ്പ് കൊടുന്നിട്ട് ഞാനിവിടെ തൈകൾ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതിൻ്റെ തൈകൾ സെയിലിന് ആവണുള്ളൂ. എന്തായാലും വൈകാതെ തന്നെ ഇതിൻ്റെ സെയിലുണ്ടാവും. ഇത് ആണ് നാംഡോക്മായിൻ്റെ ഒറിജിനൽ ഗോൾഡ് എന്ന് പറയുന്നത്. എൻ്റെ അടുത്ത് പർപ്പിളും ഉണ്ട്, ഗോൾഡും ഉണ്ട്, ഗ്രീനും ഉണ്ട്. പക്ഷേ ഇവിടെ പല നഴ്സറിക്കാരും വിറ്റുകൊണ്ട് നിൽക്കുന്നത് ഗോൾഡ് എന്ന് പറഞ്ഞ് ഗ്രീനാണ്. പിന്നെ ലാസ്റ്റ് അവർ പറയുന്നത് എന്താ വെച്ചാൽ കവറിട്ട് കഴിഞ്ഞാൽ ഗോൾഡ് ആവുമെന്നാണ് പറയാറ്. പക്ഷേ ഇത് മാങ്ങ പച്ചയിൽ തന്നെ ഗോൾഡൻ കളറിലായിട്ട് വരുന്നുണ്ട്. മറ്റേത് കവറിട്ട് കഴിഞ്ഞാലേ ഗോൾഡ് ആവുള്ളൂ. ഇത് കവറിടേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ ഗോൾഡ് കളറിൽ വരും. ഇതാണ് വിയറ്റ്നാം മാൾട്ട. നല്ല റിസൾട്ടുള്ള മുസമ്പിയാണ് ഇത് കേട്ടോ. ഇതൊക്കെ നമ്മൾ 150 രൂപ കൊടുക്കുന്ന തൈകളാണ്. നല്ല വലിയ തൈകൾ കണ്ടോ, അത്യാവശ്യം നല്ല കരുത്തുറ്റ തൈകൾ കേട്ടോ. 150 രൂപ. എന്താണ്ടോ, നമ്മളൊരു വെറിഗേറ്റഡിൻ്റെ ഒരാളാണ്. ഏകദേശം ഒരുപാട് വെറിഗേറ്റഡ് സംഭവങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. ഇപ്പോൾ പുതിയ അതിഥിയായിട്ട് എത്താണ് കിളിഞ്ഞാവൽ. വെരിഗേഷൻ കളക്ഷനിൽ പുതിയതാണല്ലേ കിളിഞ്ഞാവൽ. സാധാ നമ്മൾ കിളിഞ്ഞാവല്ലേ അതന്നെ അതിൻ്റെ വെരിഗേറ്റ്. പക്ഷെ എനിക്ക് തോന്നുന്നു സാധാരണക്കാട്ടി ലീഫൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ എന്ന് വരുന്നത് കുപ്പാസു, കൊക്കോന്റെ വെറൈറ്റി വൈറ്റ് ചോക്ലേറ്റ് ഉണ്ടാക്കണ കുപ്പാസു. അതൊക്കെ എങ്ങനെ റേറ്റ്? അത് 350 രൂപ. ഇത് നാംഡോക്മായിന്റെ ഗ്രീന്. എന്താ അത്രയും വലിയ തൈകളാണ്, കാണില്ലേ, നല്ല തൈകൾ. ഇതാ ഈ തൈകളൊക്കെ നമുക്ക് ഇപ്പൊ എത്രയ്ക്ക് കൊടുക്കാം? നമ്മൾ 1000 രൂപ കൊടുക്കുന്നത് ഈ തൈകൾ. നാംഡോക്മായി ഇത്രയും വലിയ സാധനം, നല്ല ബുഷായ തൈകൾ കേട്ടോ. അടിപൊളി. വി ഗ്രാഫ്റ്റ് ആണല്ലോ? വി ഗ്രാഫ്റ്റ് ആണ് വരുന്നത്. ഇത്രയും വലിയ പ്ലാന്റുകൾ നമുക്ക് 1000 രൂപയ്ക്ക് സ്വന്തമാക്കാം കേട്ടോ. അത്യാവശ്യം നല്ല പ്ലാന്റിൻ്റെ ക്വാണ്ടിറ്റി ഇവിടെ ഉണ്ട്. അപ്പോൾ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലാണ്, റെസിൻ എക്സോട്ടിക്. ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഈ ലൊക്കേഷനിൽ എത്താൻ സാധിക്കും. കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും കാര്യങ്ങളൊക്കെ ഈ ഡിസ്പ്ലേയിൽ കൊടുക്കുന്നുണ്ട്. നമ്മളെ വീഡിയോസ് നിങ്ങൾക്ക് ഏതെങ്കിലും മിസ്സായി പോവുകയാണെങ്കിലും കാണാൻ വേണ്ടിയിട്ട് നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലുണ്ട് കേട്ടോ.